എടാ ജോജു, നീറ്റിന് വേണ്ടി ഈ ഡ്രസ്സ് ഓക്കെ അല്ലടാ? ഈ ഡ്രസ്സാ? ഈ ഡ്രസ്സിന് ഒരു 10 പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയാം. ഈ ബ്ലാക്ക് കളർ ഷർട്ടൊക്കെ തീരെ ഒഴിവാക്കുക. ഡാർക്ക് കളർ ഇസ് നോട്ട് അലൗഡ്. ഈ പ്രിന്റ്, റൈറ്റിംഗ് ഇതൊക്കെ എന്തിനാ അൺനെസസറി ആയിട്ട് ഇടുന്നത്? പിന്നെ ഈ മെറ്റൽ ബട്ടൺസ് ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യും. പിന്നെ അൺനെസസറി ഫ്രിസ്കിങ്ങിന് ഇരയാവേണ്ടി വരുന്നേ. പിന്നെ ഇങ്ങനത്തെ ടെക്സ്റ്റഡ് ടീഷർട്സ് ഇതൊന്നും ആവശ്യമില്ല. പ്രിന്റ് കണ്ടോ, വലിയ വലിയ പ്രിന്റിനൊന്നും ഒരു ആവശ്യമില്ല. ഇതുണ്ട്. ഇങ്ങനത്തെ റൈറ്റിംഗ് ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ സിപ്പുള്ളത് തീരെ വേണ്ട. അപ്പം തന്നെ ഇവിടെ മെറ്റൽ ഡിറ്റക്റ്റിംഗ് വരും. പിന്നെ ഇങ്ങനത്തെ വലിയ വലിയ കോളേർഡുള്ള ബട്ടൺസ് ഉള്ളത് അതൊക്കെ തീരെ ഒഴിവാക്കുക. നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ പ്ലെയിൻ ടീഷർട്ട്സാണ്. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളത്. കളേഴ്സ് മാറ്റാം, ബ്രൈറ്റ് കളേഴ്സ് ഉപയോഗിക്കുക. ലൈറ്റും ബ്രൈറ്റും ഒരു പ്രിന്റും ഇല്ലാത്ത സിമ്പിൾ ടീഷർട്ട്സ് ഉപയോഗിക്കുക. പിന്നെ നിന്റെ പാൻസ്, അവിടെ ജീൻസ് ഒന്നും തീരെ പറ്റില്ലടാ. പിന്നെ ഈ ജീൻസിന് ഈ പോക്കറ്റ്സ് ഉണ്ട്, കുറേ ബട്ടൺസ്, ബെൽറ്റ് ഒന്നും തീരെ പറ്റില്ല. പിന്നെ ക്രോക്സ്, എടാ ക്രോക്സും ഷൂസും ഒന്നും തീരെ പറ്റില്ല. എടാ കവേർഡ് ആയിട്ടുള്ള കാലം അങ്ങനെ ചെയ്യുന്ന ഒന്നും പറ്റില്ല. ലൂസ് ആയിട്ടുള്ള സ്ലിപ്പേഴ്സ്, സാൻഡൽസ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുക. പിന്നെ ഇതെന്താ വാച്ച്, മോതിരം, നീ മാലയും കൊന്തയും അതൊക്കെ കേട്ട് ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഇപ്പം നമ്മളെന്താ ഇടാ? എടാ ഇങ്ങനത്തെ സിമ്പിൾ ഔട്ട്ഫിറ്റ് ഇടുക. ഇങ്ങനത്തെ ലൈറ്റ് കളർ ടീഷർട്ട്സ് ഒക്കെ ഉപയോഗിക്കുക. പിന്നെ ഷർട്ട്സ് ആണെങ്കിലും പ്ലെയിൻ കളർ ഷർട്ട്സ് ഇടുക, ഹാഫ് കൈ ഉള്ളത്, ലൈറ്റ് ബട്ടൺസ് ഉള്ളത്. പിന്നെ പാൻറ്റിൻ്റെ കാര്യത്തിൽ സിപ്പ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ പോക്കറ്റ് ഉള്ളത്, ഇങ്ങനത്തെ. പിന്നെ വള്ളിയൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. മാത്രമല്ല ഈ സ്പെക്സ് ഒന്നും കുഴപ്പമില്ല, അങ്ങനത്തെ മെഡിക്കൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഈ ഫ്രാക്ചറൊക്കെ വരുവാണെങ്കിൽ, ഈ മെറ്റലൊക്കെ കയറ്റി വെക്കുവാണെങ്കിൽ അതൊന്നും ഫ്രിസ്കിങ് വരുത്തില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു പ്രശ്നം വരത്തില്ല. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത്രയൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത്. മാത്രമല്ല കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ കൂടെ നോട്ട് ചെയ്യാനുണ്ട്. ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ വിത്തൗട്ട് ലേബൽ അത് വേണമെങ്കിൽ കൊണ്ടുപോകും. പെൻ എടുക്കേണ്ട ആവശ്യമില്ല, അത് സെൻറ്ററിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡ്, അഡീഷണൽ ആയിട്ട് ഒരു ഫോട്ടോഗ്രാഫ് കൂടെ കരുതുക. ആൻഡ് എനി വാലിഡ് ID പ്രൂഫ് ലൈക്ക് ആധാർ കാർഡ് ഓർ പാൻ കാർഡ് അതും കൂടെ കരുതുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നീറ്റ് നമുക്ക് നല്ല കോൺഫിഡൻറ്റ് ആൻഡ് സൂപ്പറായിട്ട് എഴുതാം.